യെസ്, അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്നത് പോലെ ഒരുക്കങ്ങൾ തകൃതിയാണ്, ഒരു ത്രിവർണ്ണ ശോഭയിലാണ് രാജ്യം എന്ന് പറയാം. അപ്പോൾ എന്താണ് കേരളത്തിലെ ഒരുക്കങ്ങൾ എന്ന് കൂടി നമുക്ക് നോക്കാം. കേരളത്തിൽ ഇങ്ങനെ കൊച്ചിയിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുമ്പോൾ കൊച്ചിയിൽ ആഘോഷങ്ങൾ വരുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരിടമാണ് ബ്രോഡ്വേ. അപ്പോൾ ബ്രോഡ്വേയിലെ സ്വാതന്ത്ര്യദിന ഒരുക്കങ്ങൾ എങ്ങനെയാന്ന് നോക്കാം. ഓരോ ആഘോഷങ്ങൾ എത്തുമ്പോഴും കൊച്ചി നഗരത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാണ് ബ്രോഡ്വേ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കടകൾക്കെല്ലാം ത്രിവർണ്ണ നിറമാണ്. പതാക മുതൽ ബാഡ്ജുകൾ വരെയുള്ള വിവിധ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാർ. വസ്ത്രത്തിൽ ധരിക്കാവുന്ന കുഞ്ഞൻ ബാഡ്ജുകൾ, കടലാസിൽ നിർമ്മിച്ച അലങ്കാര വസ്തുക്കൾ, ലോക്കറ്റുകൾ, മാലകൾ, ഇന്ത്യൻ ഭൂപടത്തിന്റെ പടമുള്ള ബനിയനുകൾ തുടങ്ങിയവയെല്ലാം വിപണിയിൽ സുലഭം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ കുറഞ്ഞതോടെ കച്ചവടത്തിലും മങ്ങലുണ്ടായെന്ന് വ്യാപാരികൾ. പിന്നെ നമ്മുടെ വയനാടിൻ്റെ ഒരു ഇഷ്യൂസ് കാരണം ആഘോഷങ്ങളൊക്കെ കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ ഇതൊന്നല്ല, ശരിക്കും സാധാരണ ഇതൊന്നല്ല ഇവിടുത്തെ ഈ സമയത്ത് തിരക്കെന്ന് പറഞ്ഞാൽ നല്ല റഷായിരിക്കും. ഇപ്പോഴത്തെ കണ്ടീഷനിലെ വയനാടിൻ്റെ ഒരു കേസ് പറഞ്ഞു, അത് കാരണം പിന്നെ ആൾക്കാർ ആഘോഷം കുറച്ചു തോന്നുന്നു. സ്കൂളുകളൊക്കെ കുറവാണ്. എല്ലാവർക്കും ഒരുപോലെ അല്ല ഇപ്പോൾ, കാരണം സമത്വമില്ല. കാരണം ഉള്ളവരെ മാത്രമേ ഉള്ളൂ, ഇല്ലാത്തവർക്കൊന്നുമില്ല. സ്കൂളിൽ പരേഡിനായി വിദ്യാർത്ഥികൾ, ഓഫീസുകളിൽ ആഘോഷങ്ങൾക്കായി ജീവനക്കാർ, റാലികൾക്കായി കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി ആവശ്യക്കാരുടെ നീണ്ട നിരയാണ് എങ്ങും. എല്ലാവരും ആഘോഷിക്കുന്ന ഒരു പരിപാടി, എല്ലാവരുടെയും സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസമായിട്ട് ആഘോഷിക്കുന്നതിൽ സന്തോഷം. രാഷ്ട്രീയം, അതുപോലെ മതം, അതിനെക്കാട് ഉപരി ജനങ്ങൾ തമ്മിൽ ഐക്യമാണ് സ്വാതന്ത്ര്യം. അത് നേടിത്തന്ന മഹാത്മാക്കൾ നമ്മൾ ഇപ്പോഴും സ്മരിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമായി വിവിധ സാമഗ്രികളാണ് ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ വിപണിയിലെത്തിയിരിക്കുന്നത്. രാജ്യം അതിൻ്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. കൊച്ചി നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ബ്രോഡ്വേ ത്രിവർണ്ണ പൂരിതമാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24.